ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്തരിയുടെ 64ാമത്തെ എപ്പിസോഡ്. ഇന്ന് സദനം രാമകൃഷ്ണനും കൊരട്ടിക്കര ഹരിയും തമ്മിലുള്ള വർത്തമാനങ്ങളാണ്. സദനം രാമകൃഷ്ണനെ കഥകളി ചെണ്ടലോകത്തോ അല്ലെങ്കിൽ തായമ്പകയുടെ ലോകത്തോ വാദ്യലോകത്ത് പ്രത്യേകിച്ച് ഒരു ആമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ല. അത്രയധികം അദ്ദേഹം സുപരിചിതനാണ്. കഥകളിക്കൊട്ട് ഗാന്ധി സേവാ സദനത്തിൽ സദനം ഗോപാലകൃഷ്ണൻ്റെ കീഴിൽ അഭ്യസിച്ച് നിരവധി ആശാന്മാരുടെ കീഴിൽ വിദഗ്ധമായ പരിശീലനം നേടി കഥകളിയിലും തായമ്പകയിലും നിറഞ്ഞ് കൊട്ടിക്കൊണ്ടിരിക്കുന്ന കലാകാരനാണ്. സദനത്തിലെ കഥകളി ചെണ്ട അധ്യാപകനാണ്. ഇന്ന് അദ്ദേഹം സീനിയർ കലാകാരനും കൂടിയാണ്. കഥകളിയുടെ അരങ്ങിൽ ഏത് കഥയും വളരെ കൃത്യമായി കൊട്ടുന്നതിന് അദ്ദേഹത്തിന് കഴിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഗാന്ധി സേവാ സദനത്തിൽ ഡോക്ടർ സദനം ഹരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ കഥകൾക്ക് പുതിയ മേള അവതരണവുമായി അദ്ദേഹം അരങ്ങിൽ നിറയുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പുതിയ കഥകൾ അവതരിപ്പിക്കുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കലാശങ്ങളോ ഇരട്ടികളോ തിരനോക്കുകളോ പ്രവേശനങ്ങളോ അതിനുതകുന്ന വിധത്തിൽ മേളങ്ങളെ രൂപീകരിക്കുക എന്നത് ഗാന്ധി സേവാ സദനത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അതിന് അനുയോജ്യമായി ആകുന്ന വിധത്തിൽ കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശനത്തിന്, അതിൻ്റെ കഥാപാത്ര ആവിഷ്കാരത്തിന്, ആ പാത്ര സ്വഭാവത്തിന് അല്ലെങ്കിൽ ആ രംഗത്തിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് അതിന് പറ്റുന്ന വിധത്തിൽ മേളത്തെ തയ്യാറാക്കുക എന്നത് അത് ഒരുപക്ഷെ പാരമ്പര്യമായി നിൽക്കുന്ന താളങ്ങളിലും മേളങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അറിവ് കൊണ്ടായിരിക്കാം. എന്തായാലും അത് കഥകളിക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ പ്രയോഗിക്കാൻ പ്രയോഗിച്ചു എന്നത് സദനം രാമകൃഷ്ണൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തായമ്പകയിൽ തൻ്റേതായ ശൈലിയിലൂടെ എണ്ണങ്ങളാവട്ടെ മനോധർമ്മങ്ങളാവട്ടെ അതിൻ്റെ അവതരണങ്ങളിലെ ഓരോ പടവുകൾ ആവട്ടെ പ്രത്യേകതയോടുകൂടി അവതരിപ്പിക്കാൻ രാമകൃഷ്ണൻ ശ്രമിക്കുന്നു എന്നതും അതിൽ അദ്ദേഹം വിജയിക്കുന്നു എന്നതും തായമ്പക ആസ്വാദകർക്ക് ആവേശമുണ്ടാക്കുന്നതാണ്. ആരുടെ കൂടെയും കൊട്ടാനും ആരോടൊപ്പം സഹകരിക്കാനും അദ്ദേഹത്തിന് മനസ്സും ശേഷിയും കഴിവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാദ്യലോകത്തെ അല്ലെങ്കിൽ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ കലാപ്രവർത്തനത്തിൻ്റെ യാത്രകളിലൂടെ ഉള്ള ഓർമ്മകൾ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ആ സംസാരിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊരട്ടിക്കര ഹരി എന്ന ഒരു കലാസഹൃദയനാണ്. കൊരട്ടിക്കര ഹരി നല്ല ഒരു കഥകളി ആസ്വാദകനാണ്. എനിക്ക് അങ്ങനെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ അറിയുന്നത്. കഥകളി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കാണും. പക്ഷെ അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ മുഴുവൻ എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു അഭിനേതാവാണ്. വെള്ളൂനാടൻ ഫിലിംസ് എന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയ ചെറിയ
എന്താ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് വളരെ ഹൃദ്യമായി, വളരെ സരസമായി, വളരെ കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിക്കുന്നതിൽ ഈ കൊരട്ടിക്കര ഹരി എന്ന ഒരു നടനും അതിലുണ്ട് എന്നതും അതിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിക്കുന്നുണ്ട് എന്നതും അതിൻ്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്ങനെയും കഥകളിയെയും വാദ്യത്തെയും പ്രത്യേകിച്ച് സദനം രാമകൃഷ്ണനെയും അറിയുന്ന ഈ കൊരട്ടിക്കര ഹരി ഈ ചോദ്യം ചോദിക്കുന്നതിന് ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ രാമകൃഷ്ണൻ്റെ ഈ വർത്തമാനത്തിലേക്കും ഈ കൊരട്ടിക്കര ഹരിയുടെ ഈ ചോദ്യത്തിലേക്കും സംയുക്തമായ വർത്തമാനത്തിലേക്കും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. ഈ വായ്ത്താരിയുടെ ഈ അധ്യായത്തിലേക്ക്, ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ശ്രീ സദനം രാമകൃഷ്ണനെ ഹാർദവമായി സ്വാഗതം ചെയ്യും. സന്തോഷം. അതിയായിട്ട് പറയാനുള്ളത്, ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന ഈ കളിമേള സഞ്ചാരം അല്ലെങ്കിൽ ഈ വായ്ത്താരി എന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് കലാകാരനെ മനസ്സിലാക്കാനും ഒരു രാമകൃഷ്ണനെ പോലൊരു ഉന്നതനായിട്ടൊരു കലാകാരനെ തന്നെ പറ്റി പ്രേക്ഷകർ ഓരോരുത്തർ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല. നമുക്ക് നാട്ടിൽ നിന്ന് തുടങ്ങാം. കരിമ്പുഴയല്ലേ നാട് സ്വതേ? അപ്പോൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടായത്? പ്രാഥമിക വിദ്യാഭ്യാസം ആദ്യം സ്കൂളിൽ അതൊക്കെ കരിമ്പുഴ തന്നെ ഉണ്ടായത്. കരിമ്പുഴ 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സദനത്തിൽ വന്ന് ചേരണത്. 84-85 ആ സമയത്താണ്. അതെ. ഈ കരിമ്പുഴയിൽ ഇപ്പോൾ അമ്പലവാസിയാണ് അല്ലേ? ഷാരോടിയാണ്. അതെ. അപ്പോൾ ആ കുഴത്തൊഴിലൊക്കെ ചെയ്തിട്ടുണ്ടോ? കുലത്തൊഴിലുണ്ട്. അല്ല, ചെയ്തിട്ടുണ്ടോ രാമകൃഷ്ണൻ? പിന്നെ ഓ അല്ലേ. അത് ഈ കരിമ്പുഴ അമ്പലത്തിൽ തന്നെയാണോ? 2 അമ്പലത്തിലുണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലുണ്ട്, ബ്രഹ്മേശ്വരം ശിവക്ഷേത്രത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങേരെ കുടുംബക്കാർ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും എൻ്റെ ചെറിയമ്മയാണ് ശിവക്ഷേത്രത്തിലിരുന്നത്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വേറെ ആൾക്കാരാണ്. ഇന്നിപ്പോൾ അങ്ങ് ഒരു വലിയൊരു ചെണ്ട കലാകാരനാണ്. അപ്പോൾ അങ്ങനെ കുടുംബത്തിലെ ആർക്കെങ്കിലും, രാമകൃഷ്ണൻ്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഈ പാരമ്പര്യം ഉണ്ടായിട്ടുണ്ടോ? പാരമ്പര്യം പറഞ്ഞാൽ എൻ്റെ മരുമകനും അല്ലെങ്കിൽ എൻ്റെ ചെറിയമ്മയുടെ മകനൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അവർ ഫീൽഡിൽ ഇപ്പോൾ ചെറിയമ്മയുടെ മകൻ ഫീൽഡിലുണ്ട്. അത് രാമകൃഷ്ണനൊക്കെ പ്രായം കൂടിയ ആളാണോ? അല്ല, താഴെ. ഞാൻ ചോദിക്കുന്നത് അമ്മാവനോ അച്ഛനോ അങ്ങനെ അതൊന്നുമല്ല. ഇല്ല, ചെറിയമ്മയുടെ മകനാണ്. ശരി. അല്ലെങ്കിൽ എൻ്റെ മരുമകനായിരുന്നു ഉണ്ടായിരുന്നത്. അതെ. അയാളിപ്പോൾ ദുബായിലാണ്, ഫീൽഡിലൊന്നുമില്ല. അപ്പോൾ രാമകൃഷ്ണൻ ഈ ചെണ്ട പഠിക്കണം എന്ന് തോന്നിയത് എങ്ങനെയാണ്? എന്താ കാരണം? അല്ല, അതിന് പ്രത്യേകിച്ച് അതിന് നിർബന്ധിച്ചിട്ടല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടാണോ? നിർബന്ധിച്ചിട്ടല്ല. എനിക്ക് ചെറുപ്പം മുതൽക്കേ ചെണ്ടയോട് ഭയങ്കര കമ്പായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് കരിമ്പുഴ ഉത്സവ സമയമായാലും ശരി, എവിടെയെങ്കിലും ചെണ്ട കിട്ടാത്ത ഒന്ന് പോയി കൊട്ടി നോക്കും. ആരും ശരി. പേടിയുണ്ട് അല്ലേ? പേടിയെന്ന് വെച്ചാൽ അവിടെ അങ്ങനെയല്ല, നമുക്കൊരു കൊട്ടന്ന് മോഹം ഉണ്ടാവുക. അപ്പോൾ അവിടെ കളമ്പാട്ട് സമയത്തൊക്കെ ചെണ്ട വെറുതെ വെച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ പുതുവന്മാരെ കൊട്ടാൻ പാടില്ലൂടെ, ഷാരോടിമാർക്ക് അവിടെ ഈ കളമ്പാട്ടിനൊന്നും കൊട്ടാൻ പറ്റില്ല, മറ്റേന്നൊക്കെ കൊട്ടാം. അപ്പം എനിക്ക് എൻ്റെ മോഹം കൊണ്ട് പോയിട്ട് ഇങ്ങനെ കൊട്ടും ഒഴിവുള്ള സമയത്തൊക്കെ. അങ്ങനൊരു കമ്പുണ്ടായിരുന്നു. ഈ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ എതിർപ്പൊന്നും ഉണ്ടായില്ല? വീട്ടിൽ എതിർപ്പുണ്ടായില്ലെന്ന് മാത്രമല്ല, എൻ്റെ അച്ഛനാണ് എന്നെ പ്രൊമോട്ട് ചെയ്തത്. അച്ഛന് പഠിക്കണം എന്ന് മോഹം ഉണ്ടായിട്ട് അച്ഛന് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മോഹം മകനിലൂടെ മൂപ്പര് അദ്ദേഹം സാധിച്ചു. ഞാൻ കേട്ടിരിക്കുന്നത് ആദ്യമായിട്ട് രാമകൃഷ്ണനെ പഠിപ്പിച്ചത് കരിമ്പുഴ ഗോവിപ്പോളാശാൻ. അതെ. അത് കഴിഞ്ഞ് ഗോവിപ്പോളാശാൻ, രാമൻകുട്ടിപ്പോളാശാൻ. ഓ, ഈ തക്കിട്ട തുടങ്ങിയത് ഗോവിപ്പോളാശാൻ്റെ അടുത്താണ്? അതെ. ഗണപതിക്ക് അത് എത്ര വയസ്സിലാവും? ഞാനൊരു 7-8 വയസ്സിലാവും. അപ്പോൾ അതിൽ അദ്ദേഹത്തിനെ പറ്റി ഒന്ന് പറയാമോ? അന്നത്തെ പഠിപ്പും അല്ലെങ്കിൽ ഗോവിപ്പോളാശാനെ പറ്റി ഒരു ഓർമ്മ? അതെന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് എൻ്റെ പരിമിതികളുണ്ടാവുമല്ലോ. തക്കിട്ട സാധകം ചെയ്യിപ്പിക്കുക, തക്കിട്ടയും തരികിടയും വലന്തലയിലാണ്, മുട്ടിയിലല്ല. ശരി. വലന്തലയിൽ സാധകം ചെയ്യിച്ചു. അത് കഴിഞ്ഞു. അവർക്കൊക്കെ ഓരോ തിരക്കായി. രാമൻകുട്ടിപ്പോളാശാൻ മരിച്ചു. അതോട് കൂടിയിട്ട് പിന്നെ എൻ്റെ അച്ഛന് പിന്നെയും ബേജാറായി, എന്താ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ എന്നെ ആട്ടുവല നാരായണാശാൻ്റെ അടുത്ത് കൊണ്ടേക്ക്. അവിടെ ഒരു കൊല്ലം അവിടെ ഗുരുകുല സമ്പ്രദായത്തിലാണ്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയി അവിടെ താമസിച്ച് പഠിക്കലായിരുന്നു. അത് കഴിഞ്ഞ് ആ വെക്കേഷനിലാണ്
സാധനത്തിലേക്ക് എൻ്റെ എഴുത്തി അല്ല അപ്പോൾ ഈ അരങ്ങേറ്റം അവിടെ കഴിഞ്ഞു കരിമ്പുഴ ഉണ്ടായില്ല. അരങ്ങേറ്റം ഇതൊക്കെ ഇവിടെ സാധനത്തിൽ വന്നു. അപ്പോൾ ഈ പൊതുകുലാശന്മാരൊക്കെ ഇപ്പോൾ ഈ പൊതുകുലാശനൊക്കെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ആട്ടോയിലൊക്കെ പഠിപ്പിച്ചത് തായമ്പകട എണ്ണോ മേളത്തിന് ഒന്നുമില്ല, വെറും പാടക്കൈ മാത്രം, അത്രേ ഉള്ളൂ. അത് ഒരു വർഷം ഉണ്ടായി, ഒരു വർഷം ഉണ്ടായി. ഒരു വർഷം ഇതൊക്കെ ഇടവിട്ടിട്ടുണ്ടായത്. അപ്പോഴേക്ക് കുറേ സമയം എടുത്തു. ശരി. അത് കഴിഞ്ഞ് ആട്ടോലാശൻ്റെ അവിടെ ചെന്ന് ഒരു കഷ്ടി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് കലാമണ്ഡലത്തിലും ഇൻ്റർവ്യൂ കാർഡ് വന്നു, സദനത്തിലും വന്നു. കലാമണ്ഡലത്തിൽ അന്ന് ചെന്നപ്പോൾ എന്തോ ചെറിയൊരു സമരം എന്തൊക്കെയായിരുന്നു. അപ്പോൾ അത് കാരണം ജൂലൈ 12 ഇവിടുത്തെ ഇൻ്റർവ്യൂ കാർഡ് വരുന്നത്. ഏത് വർഷം ഓർമ്മയുണ്ടോ? 84. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അന്ന് എന്താ പറയുക, സെൻട്രൽ സ്കൂൾ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായത്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ വന്നോളം പറഞ്ഞു. ഞാൻ വന്നപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ശരി. അല്ല, ഇങ്ങോട്ട് വരാനുള്ള കാര്യം അങ്ങനെ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നോ? ഈ 2 കിലോ അപേക്ഷിച്ചു? ഞാൻ പറഞ്ഞില്ലേ, കലാമണ്ഡലത്തിലേക്കും സദനത്തിലേക്കും അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിൽ അന്ന് അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഉപരിപഠനം അങ്ങനെ ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ അങ്ങനല്ല, അത് പറയാത്താൽ അതെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ എനിക്ക് വലിയ മെച്ചമുണ്ടാവുമെന്ന് ഒരു പക്ഷേ രക്ഷിതാക്കൾക്ക് തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. എൻ്റെ പരിമിതി എനിക്ക് അത്തരത്തിൽ ഭയങ്കര കമ്പമുണ്ട്. അപ്പോൾ അവർ എന്നെ ഈ ഫീൽഡിലേക്ക് തന്നെ അങ്ങോട്ട് ഇറക്കി വിടാൻ തീരുമാനിച്ചു. അതിൽ എഴുത്തി അവരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. എൻ്റെ എഴുത്തിയാണ് 2 കിക്കും ഇൻ്റർവ്യൂ അപേക്ഷ അയച്ചത്. അത് കഴിഞ്ഞ് ഇവിടെ ചേർന്നപ്പോൾ ഞാനും ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് സഹപാഠികളില്ല. സഹപാഠികളില്ല. എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ അച്ചുണ്ണി പോലാശാനാണ് ആദ്യം കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇവിടെ ചേർന്നപ്പോൾ ഗോപാലാശാനാണ് ആശാൻ. അന്ന് ഓണം വെക്കേഷൻ ആകുമ്പോഴേക്ക് തായമ്പകട പതികാലം കഴിയണം. സിലബസ് ഒന്നും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചു. എൻ്റെ ഒപ്പം ചേർന്ന ആൾക്ക് അത് പറ്റിയില്ല. അപ്പം അത് അങ്ങാടിപ്പുറം ഒരു ഉണ്ണീകൃഷ്ണൻ എന്നാണ് പേര്. അയാളെ ഒഴിവാക്കി എന്നെ പെടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തല്ലുകളിൽ ചീത്തകേക്കലൊക്കെ ഞാൻ തന്നെ ആയി. പിന്നെ അത് ഒരു കൊല്ലം, കാരണം ആശ മാത്രമേ ഉള്ളൂ അന്ന് ഇവിടെ, മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ചൊല്ലിയാട്ടത്തിനും പോകണം, ഈ ക്ലാസ് നോക്കണം. അപ്പം രാത്രി ക്ലാസ് മാത്രമേ സ്വന്തമായിട്ട് കിട്ടുള്ളൂ. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എങ്ങനെ പറയേണ്ടതറിയില്ല, തല്ലൊക്കെ ചോദിച്ചാലും ശരി, ഒരു അച്ഛൻ്റെ സ്നേഹം തന്നെ. അപ്പം അന്ന് ഇവിടെ എങ്ങനെ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ശീലമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ കട്ടൻ കാപ്പിയുള്ളൂ. അപ്പോൾ ഗോപാലാശാൻ കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു കടയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് മേടിച്ചു തരും. ഒരാൾക്ക് ചെയ്താൽ പോരല്ലോ, മറ്റൊരാൾക്കൊക്കെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അത് പ്രശ്നമാവില്ലേ. എന്നാലും അദ്ദേഹം സ്വകാര്യമായിട്ട് അത് ചെയ്തു തന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാവും കൊണ്ട് നല്ല പേടിയുണ്ടായി. 2ാമത്തെ കൊല്ലം വന്നപ്പോഴേക്ക് ഓരോരുത്തർ വന്നിറങ്ങി. അപ്പം തല്ലും ചെയ്തൊക്കെ എനിക്ക് തന്നെ കേട്ടിരുന്നുള്ളൂ. മറ്റ് സഹപാഠികൾ മറ്റേ വേഷമോ അല്ലെങ്കിൽ ബദ്ധമോ ഒക്കെ ആരൊക്കെയായിരുന്നു ഓർമ്മ? അന്ന് എൻ്റെ ഒപ്പം എൻ്റെ സീനിയറായിട്ട് കൃഷ്ണദാസ്, സദനം കൃഷ്ണദാസ് മരിച്ചു പോയാൾ. അതെ. പിന്നെ സദനം ശ്രീനാഥ്, വേഷക്കാരൻ. അതെ, വേഷക്കാരൻ. പിന്നെ സദനം സന്തോഷ്, അയാളിപ്പോൾ ഈ ഫീൽഡല്ല, ഡാൻസാണ്. പിന്നെ മദ്ദളം എൻ്റെ സീനിയറാണ് മദ്ദളം കുട്ടൻ ദേവദാസൻ. അയാൾ എൻ്റെ സീനിയർമാരായിട്ടുള്ളൂ. പിന്നെ എൻ്റെ സീനിയർമാർ സദനം മണികണ്ഠൻ, അല്ലെങ്കിൽ സദനം മണിയേട്ടൻ, ബാസിയേട്ടൻ. അവരൊക്കെ ഞാൻ ഉള്ള സമയത്ത് അവർ പഠിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവരുടെ 4ാം വർഷത്തിലും 5ാം വർഷത്തിലും ഞാൻ വരണത്. അതുകൊണ്ട് എനിക്ക് ചൊല്ലിയാട്ടത്തിന്, കാരണം ഞാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് ആദ്യ അവസാനം. അപ്പോൾ അതുകൊണ്ട് കുറേ ഗുണം കിട്ടിയില്ലേ? അതും കൊണ്ടുള്ള ഗുണം ഇപ്പോൾ ഉള്ളത്. കാരണം അന്ന് വേറെയും ഗുണം എന്താ വെച്ചാൽ, കുമാരൻ നരാശാൻ അന്ന് ക്ലാസ്സിന് വന്നിരുന്നു. കീഴ്പ്പടം. അദ്ദേഹത്തിൻ്റെ തൊല്ലിയാട്ട കളരിയിൽ കൊട്ടാൻ പറ്റി. പിറ്റത്തെ കൊല്ലം രാവുണ്ടേശൻ, പിറ്റത്തോല്ലോ എൻ്റെ പിറ്റത്തോല്ലോ രാവുണ്ടേശൻ വന്നു. അത് കഴിഞ്ഞ് പത്മനാഭാശാനും വന്നു. ഇവരുടെ 3 ആളുടെ കളരിയിലും കൊട്ടാൻ ഭാഗ്യമുണ്ടായി. അതിൻ്റെയൊക്കെ ഗുണങ്ങളുണ്ട്. അതെ, അത് ഈ പറഞ്ഞ പോലെ അത് ഗുണം തന്നെയാണ്. അന്ന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സാഹചര്യം ധാരാളം കിട്ടി.
ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ആശാന്മാർ പ്രഗത്ഭരായിട്ടുള്ള കുമാരനാരാശാൻ, രാമകുട്ടിയാശാൻ, പത്മനാശാൻ ഇവരൊക്കെ അവരൊക്കെ ചൊല്ലിയാടിയിട്ടുണ്ടെന്ന്. അന്ന് ഏതൊക്കെ കഥകളാണ് പ്രധാനമായിട്ട് ചൊല്ലിയാടിയെന്ന് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ കുട്ടി സൗഗന്ധികം, കല്യാണ സൗഗന്ധികം, ലവണാസുരവധം. കാരണം എൻ്റെ കുട്ടിപ്രായമാണല്ലോ. അതെ. അപ്പോൾ അതിനൊക്കെ കൊട്ടാൻ, അതുപോലെ അഷ്ടകലാശത്തിനൊക്കെ കൊട്ടാൻ എന്നെ പ്രാപ്തിയാക്കി അന്നത്തെ കാലത്ത്. അതുപോലെ കീചവധം, രാമകുട്ടിയാശാനൊക്കെ വന്നപ്പോൾ കീചവധത്തിന്, അതുപോലെ കൃമീരവധം. അത് പത്മനാഭാശം വന്നപ്പോഴും അതെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഈ വക നടപ്പുള്ള കഥകൾ. പിന്നെ നരിപ്പറ്റാശാൻ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കഥ തുടങ്ങിയ ആ കഥ കഴിയോളം അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. ആശാൻ്റെ ഒരു കളരി സമ്പ്രദായം അങ്ങനെയായിരുന്നു. അതും കൂടിയും ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് നടപ്പില്ലാത്ത രാമായണ അല്ലെങ്കിൽ ഈ ഇതൊക്കെ വരുമ്പോൾ നടപ്പില്ലാത്ത ജഡായു ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ അങ്ങനെയാണ് കൊട്ടാൻ ഏകദേശം പഠിച്ചത്. ഈ ആശാന്മാരൊക്കെ എങ്ങനെയായിരുന്നു? ഒരു വാത്സല്യത്തോടെ തന്നെ ആയിരുന്നു ഈ രാമകുട്ടി ആശാനും, അല്ലെങ്കിൽ പെരുക്കാനെ പരിചയമൊന്നുമില്ലല്ലോ ഇവിടെ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നത്. അത് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അച്ചുണ്ണിപ്പോൾ ആശാനാണ് ശിക്ഷയുടെ വലിയ ആശ എന്നാണ് ഞാൻ കേട്ടണത്. എനിക്കറിയില്ല, അനുഭവം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പിന്നെ എന്നെ അപ്പോൾ എന്നെ ഇവിടെ വന്നിട്ട് ശിക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഭയങ്കര സ്നേഹമാണ്. മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ ആശാൻ പറഞ്ഞ് ഞാൻ അവിടെ പോയി കൊട്ടി വെക്കും. എന്നിട്ട് ഒരു ദിവസം മാരിയേട്ടൻ പറഞ്ഞു, ആശാൻ അവിടെ കടന്നുറങ്ങല്ലേ, നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കി ആശാൻ ഉറങ്ങാൻ പറ്റുമോ? ആശാനൊരു ആക്ഷേപമില്ല. മാത്രമല്ല എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തല്ലും പറഞ്ഞ തല്ലിയിട്ടുമില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ചീത്ത പറയാച്ചാൽ അത് ഈ എന്താ പറയുക, ഈ ശത്രുഘ്നനും ഈ ഇവർ തമ്മിൽ കുശലവന്മാർ തമ്മിൽ മാറണ തലണ്ട്. അപ്പോൾ അതിന് അടുത്തിരെടുത്ത് നഗടുത്തിരെടുത്ത് എനിക്കത് കൈ വരുന്നില്ല. അപ്പം ഞാൻ ആശാനെ എവിടുന്നോ കൊട്ടിൽ കേട്ടിട്ട് ഇതുപോലെ രൗദ്രഭീമനോ എന്നിട്ട് ഗടുത് കാരണം ഗടുത് അത്രേ വേണ്ടു. ഈ കാല് എടുക്കുന്ന മുഴുക്കം നിൽക്കില്ലല്ലോ, ഗടുതെടുത്ത് നടക്കാൻ നിൽക്കില്ല. അപ്പോൾ ഗടുത് കാരണം അടുത്ത് കണക്കട്. അപ്പോൾ ഞാനത് കല്ലൂരൊരു കളിക്ക് കൂട്ടിയപ്പോൾ ആ ആക്ഷേപം തീർത്തു. ശരി. അത് മാത്രമല്ല ഞാൻ ഉണ്ണേഷ് ആശാനോട് ചോദിച്ചിട്ടുണ്ട്, പഞ്ചാരിക്കൂറ് കൂട്ടുമ്പോൾ ഞാൻ ആശാൻ പറഞ്ഞതേ കൊട്ടാറുള്ളൂ, അല്ലെങ്കിൽ ആശാൻ മറ്റേ പഞ്ചാരിക്കൂർ കലാശിക്കൻ്റെ എങ്ങനത്തെ നപ്പാന്നമണ ഭിന്നമണ ഗുന്നങ്ങണ നക്കാന്നകട്. ആശാൻ അങ്ങനെയല്ല. നഡ്ഡൂറൻ നക്കാന്നങ്ങണ നഗഡൂറൻ നക്കാന്നങ്ങണ നഡ്ഡൂറൻ നക്കാന്നങ്ങണ നഗഡൂറൻ അഡ്ഡൂറൻ നഗഡു അന്ന് അതുപോലെ 4 അങ്ങോട്ട് കലാശിക്കലാണ്. ശരി. ഞാൻ ഇപ്പോഴും അതേ ചെയ്യാറുള്ളൂ. ഇപ്പം അച്ചുണ്ണിപ്രകാശാൻ്റെ ഒരു സ്വാധീനം രാമകൃഷ്ണൻ്റെ കൂട്ടലുണ്ട്. ഉണ്ടെന്നാണ് വെപ്പ്. അതെ, ഒരു ഉണ്ണിപ്പിള്ളാശാന്നല്ലേ ഇവിടെയുള്ള ചെണ്ട ആശാന്മാരുടെ എല്ലാവരെയും ഞാൻ ഇവിടെ സദനത്തിൽ വന്നപ്പോൾ അന്ന് സദനത്തിൽ ഗോപാലാശാന് പുറമേ വന്നിട്ടുണ്ട് കുഞ്ചുണ്ണി ആശാനായിരുന്നു. അതെയോ? കുഞ്ചുണ്ണി ആശാൻ. അതെ, കുഞ്ചുണ്ണി ആശാൻ്റെ കൊട്ട് കാണാനും ഉണ്ട് കേൾക്കാനും ഉണ്ട്. അതെ, അങ്ങനെ പറയാം. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഈ പറഞ്ഞ പോലെ അച്ചുണ്ണിപ്പിള്ളാശാൻ. അത് പഠിപ്പിക്കാനും ആയിട്ടാണോ അത്. അത് കഴിഞ്ഞ് പ്രഭാരപ്പുളാശാൻ. അതുപോലെ പാലട പായസം കഴിച്ച പോലെ ആശാൻ ഒരു തിരനോക്ക് കൂട്ടിയ അത് കുറേ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ അത് സദനത്തിൽ ഈ പറഞ്ഞ പോലെ കുമാരേട്ടൻ ആ കാലത്ത് ആരൊക്കെ കൊണ്ടുണ്ടോ ചോദിക്കും. വേഗത്തിനും ചെണ്ടയ്ക്കും പാട്ടിനും ഉണ്ടായിട്ടില്ല. കാരണം പാട്ടിന് ശ്യാമളേട്ടനൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മദ്ദളത്തിനും ശ്രീധരാശാൻ, രവി ആശാൻ ഇവരൊക്കെ കുറഞ്ഞിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യത്തെ കൊല്ലം പിന്നെ അച്ചുണ്ണിപ്പിള്ളാശാനെ ഗോപാലാശാൻ്റെ സ്കോളർഷിപ്പിനും കൂടിയാണ് കൊടുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കൊടുന്നത് ഈ പറഞ്ഞ പോലെ പ്രഭാരപ്പിള്ളാശാൻ. അപ്പോൾ ആശാൻ്റെ വായത്തരി ആശാൻ കൊട്ടണ പോലെ തന്നെ കണ്ണെടുത്തിട്ട് വായത്തരി പറയാ. ഭയങ്കര രണ്ടാൾക്കാരെയും ഭയങ്കര സ്വാദൊക്കെ കേൾക്കാൻ വായത്തരി. അപ്പോൾ രാമകൃഷ്ണൻ്റെ കൂട്ടിൽ ചില ആൾക്കാർ പറയാറുണ്ട് ഒരു കലാമണ്ഡലം ശൈലി ഉണ്ടെന്ന്. അത് ശരിയായിരിക്കും അല്ലേ? ശൈലിയെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ പലരെയും അനുകരിക്കാറുമുണ്ട്, തിരസ്കരിക്കാറുമുണ്ട്. പക്ഷേ രാമകൃഷ്ണൻ്റെ കൂട്ടുണ്ട് കഴിഞ്ഞാൽ അതില്ല ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റേതായിട്ട്. അതിപ്പോൾ എല്ലാറ്റിലും തായമ്പകയിലും തായമ്പക പ്രധാനമായിട്ട് ആരാ പഠിപ്പിച്ചേ?
തായമ്പ ആരും പഠിപ്പിച്ചില്ല. എൻ്റെ തന്നെ വാസുവാസൻ അതന്നെ ആ കഥ പറഞ്ഞു തരാം. ഞാൻ മറ്റേത് കുമാരേട്ടൻ കൊണ്ടുവരലായിരുന്നു, അല്ലെങ്കിൽ കുമാരേട്ടൻ പറഞ്ഞിട്ട് കൊണ്ടുവരലായിരുന്നു, അല്ലെങ്കിൽ ഹരിയേട്ടൻ ഇടപെട്ടിട്ട് കൊണ്ടുവരലായിരുന്നു. പ്രഭാരപ്പിളാശാനെ അച്ഛൻ പിള്ളേർ പിറ്റേ ഒരു കൊല്ലം ചോദിച്ചു, ഇനി തനിക്ക് ആരെടുത്തെങ്കിലും പഠിക്കണമെന്ന് മോഹമുണ്ടോ ചോദിച്ചു. എനിക്ക് മട്ടന്നൂരാശാൻ്റെ അടുത്ത് പഠിക്കണം എന്ന്. ശരി. അപ്പം ഞാൻ ഒരു 5-6 പ്രാവശ്യം വെള്ളിനാഴ് സ്കൂളിൽ പോയി. അപ്പോൾ ആശാൻ അവിടേക്ക് തന്നെ ഈ പറഞ്ഞ പോലെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ നടരാജാശൻ പറഞ്ഞു ഞാൻ വന്ന വിവരം പറയാമെന്ന്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം രാത്രി ക്ലാസ്, ഞാൻ വേറെ എൻ്റെ ശിഷ്യന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അന്ന് ബൈക്കിലാണ് വരുന്നത്. ആ കാലത്ത് അപ്പോൾ അദ്ദേഹം വന്നിട്ട് ക്ലാസ് അവിടെ നിന്ന് പുറത്തുനിന്ന് നിരീക്ഷിച്ചു. ക്ലാസ് കഴിഞ്ഞിട്ടേ വന്നുള്ളൂ. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അന്ന് ഹരിയേട്ടനും ഒക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അല്ല താൻ അവിടെ വന്നിരുന്നു കേട്ടു. അപ്പോൾ എനിക്കിങ്ങനെ മോനുണ്ട് ആശാൻ, എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കുകളുണ്ട്. ഇപ്പോൾ സാധനം വാസുവേട്ടൻ കോങ്ങാടുണ്ട്. അപ്പോൾ വാസുവേട്ടനെ കിട്ടാച്ച അതിലും മുകളിൽ ഒരാളെ കിട്ടാല്ല. സത്യം തന്നെ. മേളത്തിൻ്റെ കാര്യമായാലും ശരി, സാഹിത്യത്തിൻ്റെ കാര്യമായാലും ശരി, സംഗീതമുണ്ട് അദ്ദേഹത്തിന്, എല്ലാം ഉണ്ട്. ഞാൻ കലാമണ്ഡലത്തിലൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ആട്ടശ്ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം അപ്പോൾ 17 ശ്ലോകം 18 ശ്ലോകത്തെ അദ്ദേഹം പറഞ്ഞു. 2 ശ്ലോകത്തിൻ്റെ പഠിക്കാൻ ഞാൻ പേടിച്ചിട്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഠിപ്പിക്കൽ എങ്ങനെയാണ്? അവിടെയാണ് വിഷയം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ സമയക്രമമില്ല. ഈ കുമാരനാശാനെ പോലെ. കുമാരനാശൻ രാത്രി ക്ലാസ് തുടങ്ങി എപ്പോഴാണ് കഴിയാൻ പറയാൻ പറ്റില്ല എന്ന പോലെ തന്നെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊക്കെ പക്ഷേ ഭാഗ്യമില്ലായ്മ പറയാം, എനിക്കത് കുറച്ചേ മുതലാക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ മുതലാക്കാൻ പറ്റിയതും ഭാഗ്യമായിട്ടുണ്ട്. അതും ഭാഗ്യമാണ്. കാരണം മേളത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കഥകളിക്ക് കൊട്ടണച്ചാൽ കഥകളിയുടെ ചൊല്ലിയാട്ട സമയത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ തിയറിക്കലായിട്ട് അച്യുതപിള്ളാശാനെയും പ്രഭാരപ്പിളാശാനൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ നമുക്കൊരു 6 മാസം കിട്ടിയ ഒരു 6 മാസത്തിൽ ആ കുട്ടിക്ക് എന്തൊക്കെ ഇതുണ്ടാക്കാൻ പറ്റി, ആശാൻ വന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതല്ലേ എല്ലാവരും നോക്കും. നമുക്ക് മികവ് എത്ര ഉണ്ടാക്കാൻ പറ്റി. അതിപ്പോൾ എല്ലാവരും എനിക്ക് ചെയ്തു തന്നു. എല്ലാവരിൽ നിന്നും ഞാൻ കുറേ മനസ്സിലാക്കുകയും ചെയ്തു. എൻ്റെ മനസ്സിലാക്കിയത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വാസുവാസൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരാം. അതന്നെ വാസുവാസൻ്റെ കാര്യം പറഞ്ഞത്. ആശാൻ ഇരുന്ന് ഒരു രാത്രി 11 മണിക്ക് വരേക്ക് പോയ ചരിത്രമുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. അവിടെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെ എടുത്ത് കഴിക്കുക. മെസ്സാണ് അന്ന്. ഉളമ്പി തരാല ഉളമ്പലും എടുക്കലൊക്കെ തന്നെ ആയിരുന്നു. ഇവിടെ വെച്ച് സദനത്തിൽ വെച്ചിട്ടാണ് പഠിപ്പിക്കണേ. പിന്നെ സദനം പഴയ കളരിയില്. മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ത്രിപുട കഥകളുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഉത്ഭവത്തിൻ്റെ ത്രിപുട, കാലം മാറൽ, കാലത്തിൻ്റെ അതിൻ്റെ ക്രമങ്ങൾ, സ്പീഡും അതിൻ്റെ. പിന്നെ ആശാൻ എന്താ വെച്ചാൽ ഈ മണ്ണാടി ആശാൻ്റെ സ്വഭാവമാണ് കാലം പിന്നാക്കാൻ വരാൻ സമ്മതിക്കില്ല. അത് ആശാന് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ശിക്ഷകളൊക്കെ ഇതുവരെ ഗോപാലാശന്റെ അടുത്ത് നിന്ന് അല്ലാണ്ട് വേറെ അടുത്തില്ല. അപ്പോൾ വാസുവാശാൻ അപ്പോൾ അത് ഏത് കാലത്താവും വാസുവാശാൻ? ഇവരൊക്കെ കഴിഞ്ഞ ശേഷമാവില്ലേ ഈ ആശാന്മാരൊക്കെ പോയ, അച്യുതപിള്ളാശാനൊക്കെ പോയ ശേഷമാവും? അച്യുതപിള്ളാശാൻ ആദ്യം, അതാ പറഞ്ഞത്. അത് കഴിഞ്ഞ് പ്രഭാരപ്പിള്ളാശാൻ, അത് കഴിഞ്ഞ് വാസുവാശാൻ. ഇത് വാസുവാശാൻ എനിക്ക് കുറച്ചേ പറ്റിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ കാരണം പറ്റിയില്ല. എന്നിട്ട് ആശാൻ്റെ വീട്ടിൽ പോയി പഠിച്ചു. ആദ്യം കോങ്ങാട് പോയി കോങ്ങാട്, അത് കഴിഞ്ഞ് ക്ലാശ്ശേരി. മോഹൻ തീരാത്തോണ്ട്. അപ്പം അദ്ദേഹം അത് കുറേ കഴിഞ്ഞിട്ടൊരു ഉപദേശം ഉണ്ടായി. അതാണ് ഏറ്റവും എനിക്കൊരു ഇതായിട്ട് തോന്നുന്നത്. താൻ എന്തുണ്ടാക്കിയിട്ട് കാര്യമില്ല, തനിക്കൊരു സമയം വരും. ശരി, അങ്ങനെ ഒരു ഉപദേശം, ഒരു അനുഗ്രഹം കിട്ടി. അല്ല സമയം വന്നുല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല, നിലനിൽക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഞാൻ നല്ല വാസുവാസൻ തായമ്പകയും അതിൻ്റെ തായമ്പകയുടെ അദ്ദേഹം ഈ പലരോടൊപ്പം കൂട്ടിയിട്ടുള്ളതിനെക്കാട്ടിലും അദ്ദേഹം ഉണ്ടാക്കിയതാണ് കുറേ ഉണ്ടായത്. അപ്പം നമുക്ക് ഇങ്ങനെ ചലിച്ചാൽ അങ്ങോട്ട് എത്താന്നുള്ളത് മൂപ്പര് പറഞ്ഞത്. അവിടെയാണ് വിഷയം. ഇപ്പം നമ്മളിപ്പോൾ പണ്ടത്തെ തായമ്പല്ല ഇപ്പോൾ അല്ല, പാട്ടുമല്ലോ മേളമല്ല. അതെ, അതൊക്കെ പുരോഗമിച്ചു വന്നു. അപ്പോൾ പുരോഗമിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആശാൻ്റെ നിരീക്ഷണത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നു. മാത്രമല്ല ആശാൻ എപ്പോഴും എന്താ വരുന്നതെന്നും പറയാൻ പറ്റില്ല.
അതൊരു അപൂർവ സിദ്ധിയാണ്. നമുക്കതൊന്നും പിടിച്ചെടുക്കാനും പറ്റില്ല. നമുക്ക് ഇങ്ങനെ നോക്കിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് കൊട്ടി തരുമ്പോൾ അതിൻ്റെയൊക്കെ സ്വാധീനം ആണപ്പോൾ ചെയ്യണത്. തീർച്ചയായിട്ടും. പറയൂ. അപ്പോൾ ഏതാണ്ട് ഒരു 88, 89, 90 പഠിപ്പ് കഴിഞ്ഞോ ഇവിടെ മൊത്തം ചെണ്ട പഠനം? ഞാൻ 90 കഴിഞ്ഞു. പിന്നെ എനിക്ക് സ്കോളർഷിപ്പ് ആയിരുന്നു 90, 93 വരെ. അത് കഴിഞ്ഞ് 93 ഇവിടെ അധ്യാപകനായി. 93 മുതൽ ഇന്നേ വരെ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ ആശാന്മാരുടെ ഇപ്പം ശിഷ്യന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സദനം ജിതിൻ ഒരു പ്രധാന ശിഷ്യനാണെന്ന് എനിക്ക് അറിയാം അല്ലേ? എനിക്ക് എല്ലാ ശിഷ്യന്മാരും പ്രധാന. അതല്ല ഞാൻ വെറുതെ. അതെ, അയാളിപ്പോൾ കഥകളിയിലും തായമ്പയിലും വർക്ക് ചെയ്യും. ഇപ്പം തായമ്പകയിൽ ഒരു കൂട്ടായിട്ട് നിൽക്കുന്നത് ജിതിനാണല്ലോ പതിവ്. അതാ ചോദിച്ചത്. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പരീക്ഷണ വസ്തു പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും ഉണ്ടായ അയാളെ ഞാൻ ഏൽപ്പിക്കാം. എന്നിട്ട് അയാളുടെ ഞാൻ പഠിക്കാൻ പതിവ്. ശരി. വേറെ ഇപ്പോൾ ശിഷ്യന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുറേ പേരുണ്ട്. അങ്ങനല്ല, അതെ പറഞ്ഞു ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരാളെ പേര് വേണ്ട. അല്ലെങ്കിൽ എല്ലാവർക്കും കഴിവുള്ളവരും ഉണ്ട്, കഴിവില്ലാത്തവരും ഉണ്ട്. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയവരുണ്ടാവും. നിർത്തിപ്പോയവരും ഇപ്പോൾ ഈ മിലിറ്ററി രാമദാസ് എന്നൊക്കെ പറയും. അയാളിപ്പോൾ റിട്ടയർഡായി എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിർത്തിയാൽ അയാൾ അവിടെ പോയാലും കൊട്ടിയൊക്കെ ഉണ്ട്. ശരി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ പ്രധാനമായിട്ട് പറയേണ്ടത് ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന നമുക്ക് വീണ്ടും പഴയ കാലത്തേക്ക് പോവാം. ഇപ്പോൾ സദനം ഗോപാലകൃഷ്ണൻ്റെ അവർ പഠിപ്പിക്കുന്ന രീതി അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത് അന്നത്തെ ഒരു രീതി? തീർച്ചയായിട്ടും ലളിതമായിട്ടേ പഠിപ്പിക്കുക. ശിക്ഷ അങ്ങനെയൊന്നുമില്ല. തല്ലിയിട്ടൊക്കെ ഉണ്ട്. അത് തല്ലിൽ കൊള്ളേണ്ടത് കൊട്ടണതിന് വേണ്ടിയിട്ടില്ല, പദം പഠിക്കാത്തതിനൊക്കെ. ശരി. അപ്പോൾ അതിനൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വായത്താരിയും ഇല്ലെങ്കിൽ ആശാൻ്റെ കൂട്ടിന് കണ്ടറിയാം. ആശാൻ നിഷ്പ്രയാസ കൂട്ടുക. നമുക്കിപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് മോണ്ട പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ അറിയാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചലിച്ചു പോകും. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആശാൻ അങ്ങനെയല്ല. ആശാൻ നിന്നോർത്തുനിന്ന് അനങ്ങില്ല, കൈ മാത്രമേ അനങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര ആകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹമോ അങ്ങനെ കൊട്ടണമെന്നായി. പിന്നെ കുഞ്ചുണ്ണിയാശാൻ വന്നപ്പോൾ കുഞ്ചുണ്ണിയാശാൻ്റെ പിന്നെ ഈ ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ല. ഉണ്ണീഷാശാൻ്റെ കൊട്ട് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം അതുപോലെ എങ്ങനെയെങ്കിലും കൊട്ടാനോ ഇല്ലെങ്കിൽ അതുപോലെ അതിപ്പോൾ മുദ്രയ്ക്ക് കൂടുതലാണ് ആശാൻ്റെ പ്രത്യേകത. ഞാൻ പഠിപ്പിക്കുന്ന രീതി ഒന്നും കൂടി പറയുകയാണെങ്കിൽ അന്നത്തെ സമയക്രമമൊക്കെ എങ്ങനെയാണ്? സമയം രാവിലെ 3 മണിക്കായിരുന്നു അന്ന് സാധകം. സാധകം 3 മണിക്ക് തുടങ്ങിയാൽ 6 മണി 6:30 വരെ വി ഗോപാലകൃഷ്ണനാണ് പഠിപ്പിക്കുക. അതന്നെ ആശാനെ. അപ്പം ഞങ്ങൾ അപ്പുറത്തെ റൂമിലാണ് താമസിക്കുന്നത്, ആശാൻ അപ്പുറത്തെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആശാൻ വിളിച്ചാൽ നീച്ച് കുളിക്കല്ല റെഡിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ പകുതി ഉറക്കമായിട്ടുണ്ടാവുള്ളൂ അന്ന്. കാരണം 12, 13 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ 6 മണി വരെ 3 മണി മുതൽ 3 to 6. അപ്പം മുട്ടിയിലാണ്. പിറ്റത്തെ കൊല്ലാകുമ്പോഴേക്ക് 4, 4:30 അന്നിപ്പോൾ ചെണ്ടയിലൊക്കെ തുടങ്ങിയിട്ടാലും 4:30 തുടങ്ങുള്ളൂ. ഞാൻ വന്ന സമയം വരേക്ക് 3 മണിക്കാണ്. 6 മണിക്ക് നിർത്തി കഴിഞ്ഞാൽ പോവുക, അവിടെ പോയി കാപ്പി കുടിക്കുക. കട്ടൻ കാപ്പി നേരത്തെ പറഞ്ഞ കാപ്പി. അത് കഴിഞ്ഞാൽ രാവിലത്തെ ക്ലാസ്സിന് വരിക. ക്ലാസ് ചൊല്ലിയാട്ടം. അത് എത്ര മണിക്കാ? അത് അന്ന് 9 മണിയാണ്. അപ്പോൾ അതൊരു ഗ്യാപ്പ് കിട്ടും അല്ലേ? ഗ്യാപ്പ് ഒന്നുമില്ല ഇവിടെ. അന്ന് കുളിമുറിയൊന്നുമില്ല. ഭാരതപ്പുഴ പോയി കുളിക്കണം അല്ലേ? അതൊക്കെ അറിയാനാ ചോദിക്കണം. ഭാരതപ്പുഴ പോയി കുളിക്കണം. അത് വെള്ളം കയറിയ സമയത്ത് എവിടെ കടവൊന്നുമില്ലല്ലോ. എവിടെ വെച്ചാൽ മുങ്ങ പോരുക. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ രസം തോന്നുന്നുണ്ടാവില്ലേ? ഇന്നൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ രസം തോന്നുന്നുണ്ടാവും അന്നത്തെ പോക്കും. ഇന്നിപ്പോൾ പുഴയ്ക്ക് വിടാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ രക്ഷിതാക്കൾ ചോദിച്ചാൽ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ എന്താ പറയാ? എന്നിപ്പോൾ 9 മണിക്ക് തുടങ്ങും അല്ലേ? വീണ്ടും ഇന്നിപ്പോൾ 9:30 അല്ല 9 അന്ന് 9 മണിക്ക്. അന്ന് ഇനിയിപ്പോൾ കുളിച്ചിൽ കഴിഞ്ഞോ ഇത് കഴിഞ്ഞോ എന്നല്ല, ഇവിടെ എത്താൻ വൈകിയ ബാലാശാന്റെ വക ചീത്ത, ക്ലാസ് കയറ്റാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയും. അതിന് മുമ്പേ പ്രാതല് കിട്ടുമോ? അത് കഞ്ഞി കിട്ടും. ഇന്നത്തെ പോലെയല്ല. അന്ന് കഞ്ഞി ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ സമൃദ്ധമാണ്. അന്ന് ഈ പറഞ്ഞ പോലെ അത് മാത്രമല്ല, അന്ന് മെസ്സിൽ സാധനം സ്കൂളത്തെ
എന്താ പറയുക സ്റ്റാഫുകളുണ്ട്, അവിടുത്തെ കുറേ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുണ്ട്, തിരക്കാണ് ആകെ. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അന്തരീക്ഷം അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 9 മണിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പടഞ്ഞു വന്ന് കഴിക്കുക പോരുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാലാശാൻ്റെ വക ചീത്ത പറയും. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെന്ന് അറിയില്ല. പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് ചൊല്ലിയാട്ടം. 9 മണി എത്ര മണി വരെ? 9 to 12. 12 ആവില്ല, അന്ന് 12:30 ആവും. ഞാൻ ഊണ് കഴിക്കും. അപ്പോൾ സമയം അന്ന് സമയത്തിന് പ്രശ്നമില്ല. അന്ന് തുടങ്ങിയ ഈ പറഞ്ഞ പോലെ എപ്പോഴാണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാച്ച് വർക്കൊക്കെ ഉണ്ടാവും, അതിനൊക്കെ നിൽക്കണം. അതുപോലെ രാവിലെ സാധകത്തിന് പോയാൽ 6 മണിക്ക് കഴിഞ്ഞാൽ അപ്പോൾ കഴിയില്ല. അത് കഴിഞ്ഞാൽ ചൊല്ലിയാട്ടക്കളരി പോയിട്ട് വട്ടം വെച്ച് കലാശം, അതുപോലെ ഉഴിച്ചിൽ കളരിയിൽ പോയിട്ട് അതുകൊണ്ടൊക്കെയാണ് ഇന്നിപ്പോൾ ഈ കൊട്ടാനൊക്കെ അവരുടെ ചലനങ്ങൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചൊല്ലിയാട്ടക്കളരിയിൽ നിന്നാണ്, അല്ല ഈ ഉഴിച്ചിൽ കളരിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയിട്ട് കൊട്ടണം. സാധകം കഴിഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ പോയി ഉച്ചയ്ക്ക് ഊണുണ്ടാവും. ഉച്ചയ്ക്ക് ഊണ്, അത് കഴിഞ്ഞാൽ 3 മണിക്ക് ക്ലാസ്. അത് എന്താ ചൊല്ലിയാട്ടം. അത് എത്ര മണി വരെ? അത് 5 മണി വരെ. 5 ഈ പറഞ്ഞ പോലെ 5:30 ആവും. ഈ ഒഴിവ് ദിവസത്തിന്റെ തലേദിവസം മാത്രം ചെറിയൊരു പരിഗണന കിട്ടും. എല്ലാ ആശാന്മാർക്കും വീട്ടിൽ പോകേണ്ടി 5:30 കഴിഞ്ഞാൽ അപ്പോൾ ചായ അത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാൽ പോവുക ഈ പറഞ്ഞ പോലെ ഭാരതപ്പുഴയിൽ എവിടെ കുളിക്കുക. അത് ഭജന ഉണ്ട് 6:30. 6 to 7 വരെ ഭജന കഴിഞ്ഞാൽ 7 മണിക്ക് രാത്രി ക്ലാസ്, 7 to 8:30 വരെ. ഇതിലൊന്നുമല്ല വിഷയം. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ അന്ന് ലൈറ്റില്ല, റാന്തലേ ഉള്ളൂ. അന്നിവിടെ ലൈറ്റ് ആയിട്ടില്ല. ലൈറ്റൊക്കെ ഇപ്പോൾ ഒരു അവിടെ തന്നെ വന്നത് ഞാൻ പോരണേൻ്റെ ഇല്ലെങ്കിൽ ഇവിടേക്ക് മാറണേൻ്റെ 2 കൊല്ലം പറ്റേ. അപ്പോൾ ഈ റാന്തല് തുടക്കലും ക്ലാസ് എപ്പോഴും പൊട്ടും. അല്ലെങ്കിൽ ഈ മഷി കയറിയിട്ട് ആശാനെ എനിക്കും കാണാൻ പറ്റില്ല. എനിക്ക് ആശാനെ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അന്നത്തെ ക്ലാസ്. ഇന്നിപ്പോൾ ഒക്കെ സൗകര്യമില്ലേ? രാത്രിയും ചോറ് തന്നെയാവും. അതെ, ആ ചോറ് തന്നെയാണ്. അതൊക്കെ അധികം വെജിറ്റേറിയൻ ഫുഡാവും അല്ലേ? വെജിറ്റേറിയൻ കാരണം പല ആൾക്കാരും ഉണ്ടാവുമല്ലോ. അതെ, നല്ല ഫുഡായിരുന്നു. ഈ പറഞ്ഞ പോലെ കഞ്ഞി, ചെറുപയർ അതൊക്കെ നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ഈ കഠിനമായ സാധനം തന്നെയാണ്, സാധകം തന്നെയാണ് അല്ലേ? അന്ന് ഭയങ്കര കഠിനം തന്നെയായിരുന്നു. എനിക്കിപ്പോൾ ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം അങ്ങനെ പഠിപ്പിച്ച ആരാ നിൽക്കാറില്ല. ഇപ്പോൾ നമ്മൾ ചൊല്ലിയാട്ടത്തിന് കൊട്ടുക, കളരിയിൽ കൊട്ടുക, അരങ്ങത്ത് കൊട്ടുക, നമ്മൾ ഒരു ഇതൊന്നും അറിയാത്ത ഒരാളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാവും പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ? കളരിയിൽ കൊട്ടുമ്പോൾ നമ്മളെ പഠിപ്പിച്ച സാധനം കൊട്ടാൻ പാടുള്ളൂ. കളരി അത് നിഷ്കർഷമാണ്. അരങ്ങത്ത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ചിലപ്പോൾ മനോധർമ്മങ്ങൾ കൊട്ടും, മുദ്രകളൊക്കെ. അത് നിർബന്ധമൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ അതല്ലേ മനോധർമ്മം. ചൊല്ലിയാട്ടത്തിനായാലും ആ അതാ പറഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ രാത്രി ക്ലാസ്സിന് പഠിപ്പിക്കുന്ന സാധനം നമുക്ക് ചൊല്ലിയാട്ടത്തിന് കൊട്ടാനുള്ള അധികാരമുള്ളൂ, അല്ലെങ്കിൽ പരിമിതിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ അരങ്ങത്ത് വരും. അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനെ സ്വാതന്ത്ര്യം ഉള്ളൂ. നമ്മളാണ് പ്രധാന ചെണ്ടാച്ചാല്. കളരിയിൽ സ്വാതന്ത്ര്യം ഇല്ല. അതെന്നെ കൊട്ടണം. കാരണം അത് കണ്ടിട്ടല്ലേ ശിഷ്യന്മാരോ ജൂനിയേഴ്സൊക്കെ വരിക. അപ്പം അതവിടെ അത് നമ്മുടെ ആശാന്മാർ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. അതിൽ കലർപ്പ് ചെയ്യാൻ പാടില്ല കളരിയിൽ. പക്ഷേ അരങ്ങത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ വേഷക്കാരിപ്പോൾ പഠിപ്പിച്ച സാധനങ്ങൾ മാത്രമല്ലോ അരങ്ങത്ത് കാണിക്കും. അല്ല. പക്ഷേ കളരിയിൽ പാടില്ലല്ലോ. ഇല്ല. അത്രന്നേ ഉള്ളൂ ചെണ്ടയിലും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കഥകളി ഗവേഷണ വിദ്യാർത്ഥി ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ പദത്തിന് കൊട്ടുക, മുദ്രയ്ക്ക് കൊട്ടുക, ആട്ടത്തിന് കൊട്ടുക, അതുപോലെ പച്ചവേഷത്തിന് ഇപ്പോൾ നമ്മൾ 4-ാം ദിവസത്തിലെ ആട്ടോ അല്ലെങ്കിൽ 3-ാം ദിവസത്തിലെ ആട്ടോ, അതുപോലെ നരകാസുരൻ ഉത്ഭവത്തെ രാവണൻ, ഇവരെ ആട്ടത്തിനെ കൊട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കരുതിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ? ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ നളചരിതം സ്വതവേ കളരിയിൽ ചൊല്ലി കളിക്കാറില്ല. മനസ്സിലായില്ലേ? പിന്നെ ഉത്ഭവം നരകാസുരൻ, ഉത്ഭവത്തിൽ ഈ പറഞ്ഞ നരകാസുരത്തിൽ ഈ പടപ്പുറപ്പാട് അങ്ങനെ നരകാസുരന് ഈ പറഞ്ഞ പോലെ പതിഞ്ഞവതാവും കൊണ്ട് ഈ പറഞ്ഞ പോലെ മറ്റേ പതിഞ്ഞവതങ്ങൾക്കുള്ള തന്നെ വേണ്ടു. പിന്നെ അതിൽ കേകി ഇരട്ടി വരും. അത് ഈ പറഞ്ഞ പോലെ കണക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അതിൻ്റെ മൂവ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ചലനത്തിന് കൂടുക. ഈ ഉത്ഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഈ പറഞ്ഞ പോലെ കണക്കാണ്. അതെ, കണക്കെന്ന് വിട്ട് ചെയ്യണവരുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അരങ്ങത്തെത്തുമ്പോൾ മനോധർമ്മം. പക്ഷെ കളരിയിൽ പതിഞ്ഞ കാലം ശരി, 2ാം കാലം, 3ാം കാലം, 4ാം കാലം അതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് പോവുക. ഇനി അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ അരങ്ങത്തുനിന്ന് എന്തെങ്കിലും അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കൂടേണ്ടി വരും. അത് വേണം. അതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ കളരിയെ പഠിപ്പിക്കുന്ന കാര്യമല്ല വെച്ചു. ഇപ്പോൾ പച്ചവേഷത്തിന് നമ്മൾ നളൻ്റെ തൻ്റെ അല്ലെങ്കിൽ ആട്ടത്തിന് കൂട്ടും, അതേമാതിരി ഉത്ഭവത്തിൽ രാമത്തിന് കൂട്ടുമ്പോൾ നമ്മൾ ചെണ്ടയിൽ ശബ്ദത്തിന് വ്യത്യാസം വരാറില്ലേ? അതൊരാൾക്ക് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാന്നാണ്. അത് സത്യത്തിൽ പറയാച്ചാൽ നമുക്ക് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നളനായിട്ടില്ലെങ്കിലും ആ ക്യാരക്ടറാവാൻ നമ്മൾ ശ്രമിക്കും. അതാ ചോദിച്ചത് ഞാൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ കൊട്ടിനും അവരുടെ ചലനത്തിനും പാകത്തിനും നമുക്ക് ഏകദേശം കൂടാൻ പറ്റും. എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ വേഷക്കാരെ സംബന്ധിച്ചിട്ട് ഉത്ഭവത്തിൽ രാവണാകുമ്പോൾ അങ്ങനെയല്ല. ഉത്ഭവത്തിൻ്റെ രാവണൻ അതല്ല. അതിന് കുറേ ആദ്യത്തെ കാലമല്ല 2ാം കാലം വരുമ്പോഴൊക്കെ സ്വഭാവം താളം അത് അതിൻ്റെ സംഭാഷണ രീതി അതെ, ഇല്ലെങ്കിൽ ആട്ടത്തിൻ്റെ രീതി അതല്ല 3ാം കാലം കടത്തുമ്പോൾ. കാരണം അതിൻ്റെ പെരുക്കം പോലെ തന്നെയാണ് ആട്ടത്തിൻ്റെ സമ്പ്രദായവും. അപ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് അവരൊപ്പം പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരെ നമ്മൾ കൊണ്ടുപോകുക. കാരണം ഇപ്പോൾ ഈ ഇരട്ടി വട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പോൾ കുറേ ദൂരം എടുക്കും. കൂടെ എടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ മേളം നല്ലോണം കിട്ടും. മേളത്തിൻ്റെ ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് തിരിയണോടുകൂടി 2ാം കാലം കടക്കുമ്പോഴേക്ക് വേറൊരു മേളാവും. അപ്പോൾ ഉത്ഭവത്തിൻ്റെ അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ പദത്തിന് കൊട്ടുമ്പോൾ ഉത്ഭവത്തിൻ്റെ അല്ലല്ല, സാധാരണ നമ്മൾ കഥകളി പദത്തിന് കൊട്ടുമ്പോഴേ എന്താണ് വ്യത്യാസം വരുന്നത്? പറയൂ. അപ്പോൾ അതെങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ബാലിവിജയൻ രാവണൻ എന്ന് പറഞ്ഞാൽ അയാളുടെ മൂഡ് അയാളുടെ മകൻ ഇന്ദ്രനെ കെട്ടിക്കൊണ്ടിട്ട് ഉള്ള അന്തരീക്ഷമാണ്. അതെ അതെ. അതേപോലെ തന്നെ ഈ നാരദൻ നളചരിതത്തിൽ വരുന്നുണ്ട്. നളചരിതം കഥയിൽ ഭഗവാൻ നാരദ മഹാമുനി ബാലിവിജയം രാവണന് ഈ പറഞ്ഞ പോലെ നാരദൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂഡ് അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ദ്രനെ പിടിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നാരദ മഹാമുനെ എന്ന് പാടുന്ന ആ ഗൗരവം, രാഗവും താളവും കൊട്ടും അതേപോലെ തന്നെ ഈ നാരദൻ എന്താ പറയുക നളചരിതത്തിൽ വരുന്നുണ്ട്. ഭഗവാൻ നാരദ മഹാമുനെ ഈ നാരദൻ തന്നെയാണ് വരുന്നത്. അതെ. പക്ഷേ അതിൻ്റെ ഈ അന്തരീക്ഷം മാറി. അപ്പുറത്ത് നളനാണ്, ഇപ്പുറത്ത് നാരദനാണ്. രണ്ടിൻ്റെ ഉദ്ദേശമൊക്കെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ദമയന്തിയെ കല്യാണം കഴിപ്പിക്കലാന്നാണ്. അതെ അതെ അതെ. മറ്റോർത്ത് ഭാര്യയുടെ വാലിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അതുതന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെ താളം മേളം എന്താ പറയുക ഖനം അതാണ് വ്യത്യാസമുണ്ട്. അത് വരും. അതങ്ങനെ ഈ കളരി അങ്ങനെ പഠിപ്പിച്ചെന്നുണ്ടോ? അത് വേറെ പറഞ്ഞെന്നുണ്ടോ ആശാന്മാർ? അത് നമ്മൾ കണ്ടുപിടിക്കാം. കളരിയിലല്ല, അത് സത്യത്തിൽ വരാത്ത അരങ്ങത്ത് വരുമ്പോൾ നമ്മൾ പഠിക്കുള്ളൂ. കളരിയിൽ നമ്മൾ ഇതൊക്കെ കൊട്ടാൻ പഠിപ്പിക്കും. കഥാപാത്രത്തിന് കൊട്ടൽ കുറേ കഴിയുമ്പോഴേ വരുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം പറയണത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതും കൂടി പഠിപ്പിക്കേണ്ടതാണ് ശരിക്ക്. പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അതെ, പറഞ്ഞു കൊടുക്കാറുമുണ്ട്. രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് കേമനായിട്ടുള്ളതാണ്. എന്നാൽ ഇതേപോലെ രാവണൻ ബാല്യവിജയത്തിൽ അവസാനത്തെ രംഗത്ത് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സൗമ്യമായിട്ട് കൊട്ടണം. അതാ ചോദിച്ചാൽ ആ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് അനുഭവം കൊണ്ട് കിട്ടേണ്ടതാണ്. എല്ലാം നമുക്ക് പഠിപ്പിച്ച് കിട്ടില്ല, പറഞ്ഞു കൊടുക്കാം. കൊട്ടിൽ ഇപ്പോൾ നമുക്കത് പറഞ്ഞു ഇത്ര കനത്തിലേ കൊട്ടാൻ പാടുള്ളൂ. ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ എന്താ പറയുക മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവരുടെ മനസ്സിൽ രാവണനാവണം അല്ലെങ്കിൽ നാരദനാവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊട്ടാവും. അതിലിപ്പോൾ ഈ ആശാന്മാർ പ്രഗത്ഭരായ ആശാന്മാരുടെയൊക്കെ ചൊല്ലിയാട്ടത്തിൽ കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കിഴുപ്പടം കുമാരനാശാൻ അരങ്ങത്ത് കൊട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതേമാതിരി ഈ രാമകുട്ടി നാരാശാന് പത്മാശാൻ കൊട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേക അനുഭവങ്ങളും ഉണ്ടോ? കുമാരനാശാൻ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ തന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഇതാക്കില്ല. രാമകുട്ടിയാശാൻ അങ്ങനെയല്ല, നോക്കും.
എലുമ്പലാശ്ശേരി. അപ്പോൾ ഞാനല്ല അന്ന് കൊട്ടേണ്ട ആള്, വിജയകൃഷ്ണനാണ്. എനിക്കന്ന് പറ്റിയില്ല. മാഷയുടെ അവിടെ അതെ, ഹനുമാന വേഷം. അപ്പം ഞാൻ അദ്ദേഹം വരാത്തതുകൊണ്ട് ഞാൻ കൊട്ടി. അപ്പോൾ കലാശം ഇന്നെടുക്കണ പോലെ ആശാൻ ചെറുതായിട്ടൊക്കെ എടുക്കുള്ളൂ. അത് പക്ഷെ നമ്മൾ ചോക്കാൻ എനിക്ക് അദ്ദേഹത്തിനെ കണ്ട ആ വഴിക്കേ ഞാൻ പോവില്ല. ചോക്കണമെന്ന് മോഹമുണ്ട്, പേടിയുണ്ട്. അദ്ദേഹം വേഷം കെട്ടാൻ തുടങ്ങിയിരുന്നു. വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആശാൻ പിന്നെ ആരോടും അങ്ങനെ ഇതായിട്ട് പെരുമാറില്ല എന്നൊക്കെ കേട്ടെ. അല്ല, സൗഗന്ധിക ഹനുമാൻ. എങ്ങനെയൊക്കെ ഞാൻ പോയി കൊട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് അണിയറ ചെന്നപ്പോൾ ഇങ്ങനെ നോട്ടം നോക്കി. പിന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞു കലാശങ്ങളെ ഇങ്ങനെയൊക്കെയാണോ വരിക. അപ്പം എനിക്കത് ഈ പെട്ടെന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ അന്ന് കൊട്ടേണ്ടി വന്നതാണ്. പത്മനാഭാശാൻ ഈ പറഞ്ഞ പോലെ ആശാൻ ഈ കുമാരനാശാനെ പോലെ തന്നെ ചെറിയ ചെറിയ വിട്ടുപോയി അതൊന്നും പ്രശ്നമാക്കില്ല എൻ്റെ അനുഭവത്തിലാട്ടോ. ബാക്കി അദ്ദേഹം പണ്ട് എങ്ങനെയായിരുന്നു ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ ആശാൻ്റെ പത്മനാഭാശാൻ്റെ ബ്രാഹ്മണന് കൂട്ടിയിട്ടുണ്ട്, രാമൻകുട്ടിയാശാൻ്റെ ബ്രാഹ്മണന് കൂട്ടിയിട്ടുണ്ട്, കുമാരനാശാൻ്റെ ബ്രാഹ്മണന് കൂട്ടിയിട്ടുണ്ട്. 4ാമത്തെ വർഷം പ്രധാന ചെണ്ടായിട്ട് കൂട്ടിയിട്ടുണ്ട്. പ്രധാനമുണ്ട്, വലിയ ഭാഗ്യമാണല്ലോ അതല്ലേ. പിന്നെ 4ാമത്തെ കൊല്ലത്തിൽ പ്ലാപ്പറ്റ കുമാരനാശാൻ്റെ ബ്രാഹ്മണന് കൊട്ടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ശരി. അത് കുമാരനാശാൻ്റെ. അതുപോലെ രാമൻകുട്ടിയാശാൻ്റെ അതെ കൊട്ടിയിട്ടുണ്ട്. പക്ഷെ രാമൻകുട്ടിയാശാൻ്റെ ഈ പറഞ്ഞ പോലെ പേടിച്ചിട്ടാണ് കൊട്ടാൻ. ഈ ഒരു ഫ്രീഡല്ല. അതുപോലെ എന്നോട് പല ചെണ്ട കലാകാരന്മാർ പറഞ്ഞിട്ടുണ്ട് നെല്ലിയോടാശാനെ കൊട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കധികം വേണ്ടി വരാറില്ല. വേണ്ടി വന്നിട്ടില്ല, 2-3 വന്നിട്ടുള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നായിട്ടും തോന്നിയിട്ടില്ല. ഈ ബുദ്ധിമുട്ട് അതെനിക്ക് മനസ്സിലായില്ലാണോ അത് എനിക്ക് ഉദ്ദേശം മനസ്സിലായില്ല. എനിക്ക് ആട്ടത്തിനൊന്നും വല്ലാണ്ട് കൂടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ഇറങ്ങിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ കരിമ്പുഴ ഉള്ള രാമകൃഷ്ണനെ ഈ സദനം രാമകൃഷ്ണനാക്കിയിട്ടുള്ള ഈ സദനത്തിനെ കുറിച്ചും ആ സദനത്തിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ സദനം കുമാരനെ കുറിച്ചും ഒന്ന് പറയാമോ? വിശദമായിട്ട് തന്നെ. അതന്നെ, കരിമ്പുഴ പറഞ്ഞാൽ ഈ ജന്മനാട്. പിന്നെ താങ്കളെ സദനം രാമകൃഷ്ണനാക്കിയിട്ട് ഈ സ്ഥാപനമാണല്ലോ. ഇപ്പം ജന്മനാട്. അവിടുന്ന് ഈ ബാലപാഠങ്ങൾ തക്കെട്ടിയും തരികിടൊക്കെ പഠിച്ചു. ഇവിടെ വന്നപ്പോൾ കുമാരേട്ടൻ ഇൻ്റർവ്യൂവിൽ അയാളെ തക്കിട്ട പഠിപ്പിക്കണ്ട, തക്കിട്ട പഠിപ്പിച്ചാൽ തരികിട അയാളുടെ കയ്യിലുണ്ട്. ഒരാൾ കുമാരേട്ടൻ എപ്പോഴും പറയാനുള്ള. അത് കഴിഞ്ഞ് പിന്നീടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ സാധകത്തിന് പോകുമ്പോൾ പോയില്ലെങ്കിൽ ഭയങ്കര ശിക്ഷയാണ്. അന്ന് കഞ്ഞി തരിക ചിലപ്പോൾ കുമാരേട്ടൻ. ശരി. അത് മാത്രമല്ല ഭയങ്കര സ്നേഹമാണ്. സ്നേഹം ഇതൊക്കെ ശ്രദ്ധിക്കുമല്ലേ? സാധനം പോയിട്ടൊക്കെ ശ്രദ്ധിക്കുമല്ലേ അദ്ദേഹം? എല്ലാം ശ്രദ്ധിക്കും. സാധകത്തിന് ഞങ്ങൾ സാധനം ഈ റാന്തരായിട്ട് പോകുമ്പോൾ അവിടെ വെള്ള താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരാളിട്ടുണ്ടാവും. അപ്പം തന്നെ പേടിയാവും. അത് കഴിഞ്ഞ് അവിടെ എഴുത്തിന്നാണ് വിളിക്കുക, അവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യാം. അപ്പോൾ സാധകത്തിന് പോയില്ലേ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കൊടുക്കണ്ട, കഞ്ഞിയും കൊടുക്കണ്ട പറയും. ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. സ്നേഹമുണ്ട്, സ്നേഹമേ ഉള്ളൂ അദ്ദേഹത്തിന്. ആ സ്നേഹം കൊണ്ടപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും സ്ഥാപനത്തിൽ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നത്. അല്ല, സ്റ്റാഫുകളല്ല, സ്റ്റുഡൻസോ എങ്ങനെയാ പറയാം. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് ആശാന്മാർ ഇവിടെ വന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ? പിന്നെ മന്നാടിയാശാൻ, കുമാരനാശാൻ, കൃഷ്ണനാരാശാൻ മാത്രം വന്നതായിട്ട് കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. അതെ, കുമാരനാശാൻ, രാമൻകുട്ടിയാശാൻ, പത്മനാഭാശാൻ, കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നാരാശാൻ, മണ്ണാടിയാശാൻ. ഞാൻ കേട്ടത് സദനം ചന്ദ്ര മണ്ണാടിയായിരുന്നു അത്ര കേട്ടിരുന്നു. എനിക്കത് ശരിയാണോ എന്നറിയില്ല. ശരി, ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ. എനിക്കത് ശരിയാണോ എന്നറിയില്ല. എനിക്കത്ര സ്പഷ്ടായിട്ട് പറയാൻ പറ്റില്ല. കാരണം കോട്ടയ്ക്ക് നിന്ന് വിട്ടതിന് ശേഷം ഇവിടെയാണ് ആശാൻ്റെ 2ാമത്തെ സ്ഥലം. അത് കഴിഞ്ഞിട്ട് ആശാൻ ശരിക്ക് വാസു ആശാൻ വൈക്കം പേരോർമ്മയില്ല, അദ്ദേഹം ഒരു ആശാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാസു ആശാൻ, അങ്ങനെ മട്ടന്നൂർ ആശാൻ, അങ്ങനെ ചണ്ടയുടെ ചാവഴിയായിട്ട് പിന്നെ പോകുന്നത്. അതിനുമുമ്പ് കൃഷ്ണൻകുട്ടി പ്ലാശാനൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. ഈ ചെണ്ടയിലെ ആശാന്മാരുടെ കൂടെ അരങ്ങത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലേ? ചില പ്രധാനപ്പെട്ട
മന്നാടിയാശാൻ പോലാശാന്മാർ മണ്ണടിയാശാൻ്റെ ഒപ്പം പറ്റിയിട്ടുണ്ട്. അത് പൂങ്കുടി മനയ്ക്കൽ. അത് മാത്രമല്ല, ആശാൻ്റെ ഗുണം എന്താ വെച്ചാൽ ഞാൻ ഈ പല്ലശനൊരു തായമ്പ് കൂട്ടി, ഞാനും എൻ്റെ ജൂനിയറായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ കുളത്തിൽ പോയിട്ടാണ് കുളിക്കുന്നത്. അത് കഴിഞ്ഞ് ആശാൻ, ഞാൻ തൊഴുകാൻ പോയപ്പോൾ ആശാനെ കണ്ടപ്പോൾ പറഞ്ഞു, താളം ഒരിക്കലും കീഴ്പ്പെട്ട് വരരുത്, അങ്ങടെ പോകാൻ പാടുള്ളൂ. ഞാനൊരു ഉപദേശം തന്നു. അത് ഈ പറഞ്ഞ പോലെ ആശാൻ അത് ശ്രദ്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചിലവരേ ഉള്ളൂ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണ ആൾക്കാർ ദുർലഭേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ എവിടെ പ്രവർത്തിച്ചത് അരങ്ങത്ത്? പൂങ്കുടി മന. എന്തായിരുന്നു കഥ? അന്ന് ഉത്തരാസ്വയംവരം. ഉത്തരാസ്വയംവരമാണ് ആദ്യ ഭാഗം. അല്ല, അന്ന് തൃകർത്തനൊക്കെ ഉണ്ട്. ആദ്യ ഭാഗം തൃകർത്തന കൂടെ കൊട്ടി എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ല, താളം പിടിച്ചെന്ന് പറയാനേ പറ്റുള്ളൂ, കൊട്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആശാന്റെ ഒരു സിദ്ധി വേറല്ലേ. മറ്റേ കൂടെ ഉണ്ടായിട്ടില്ല. ഈ സദനം വാസുവാശാന്റെ കൂടെ കുറേ ഉണ്ടായിട്ടില്ല. വാസുവാശാന്റെ ഒപ്പം തായമ്പകി ഉണ്ടായിട്ടുണ്ട്, മേളപ്പം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാ പറഞ്ഞ, ഞാനും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം എന്താ ആശാൻ? അതിന് ആശാന് ഒന്നും എൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ, എനിക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ക്ലാസിക്കലായിട്ട് ഉണ്ടാക്കിയിട്ടേ കൊട്ടാൻ പറ്റുള്ളൂ. വാസുവാശാൻ്റെ കയ്യിൽ എന്താ വരിക എന്നൊന്നും മൂപ്പർക്ക് ചോദിച്ചു പോയാൽ ഒന്നും ശരിയാവില്ല. അദ്ദേഹം എന്താ ആ സമയത്ത് വരണത് അതാണ് മൂപ്പരുടെ പ്രത്യേകത. നമ്മളതുപോലെ പുറപ്പെട്ടാൽ നമ്മൾ ശരിയാവില്ല. എനിക്കത് ശീലമില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ അത് ആശാൻ്റെ അടുത്ത് കുറേ സാധനങ്ങൾ കിട്ടും, അത് ഞാൻ എൻ്റേതായിട്ട് മാറ്റും. പിന്നെ ഞാൻ വേറൊന്നും, എനിക്ക് എൻ്റെ ഒരു ധാരണ ശരിയാണോന്ന് അറിയില്ല, ഈ സംഗീതം ഉള്ളിലുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ അത് പഠിച്ച ആൾക്കാർ ഉള്ളിലുള്ള, ഉദാഹരണം വാസുവാശാൻ, ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണേട്ടൻ, അതുപോലെ പല്ലാവൂർ അപ്പമാരാരസൻ, അവരുടെ കൊട്ടിനൊക്കെ സംഗീതം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത്? അപ്പോൾ രാമകൃഷ്ണൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും രാമകൃഷ്ണ കൊട്ടിനോ സംഗീതം ഉണ്ട്. അല്ലേ? ഇത് അതല്ലാതെ എനിക്ക് പറയാൻ പറ്റും. അല്ല, ഇത് പറഞ്ഞത് ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? അങ്ങനെ സംഗീതം പിന്നെ അത് കൊട്ടിൽ എത്രയും കാണല്ലോ. മാത്രമല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ സംഗീതം ഒരു വീക്ക്നെസ്സാ. അപ്പോൾ എന്തെങ്കിലും പാടുന്നു കേട്ടാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അറിയാതെയൊക്കെ ഹായ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ കൊട്ടിൽ ആ സംഗീതം നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഇവരെയൊക്കെ കൊട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആശാൻ്റെ അതിപ്പോൾ ഈ ഞാൻ ആ രാമകൃഷ്ണൻ്റെ കൊട്ടിനും ആ സംഗീതം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സന്തോഷം. ഇനി നമ്മൾ രാമകൃഷ്ണൻ്റെ അടുത്തൊരു പ്രധാന മേഖലയാണ് തായമ്പക. അടുത്ത പ്രധാന മേഖലയാണല്ലോ തായമ്പക, പ്രവർത്തന മേഖലയാണല്ലോ. അച്ഛനെയും അമ്മയെ പോലെയാണ് തായമ്പയും മേളവും. അല്ല, ഞാൻ വേർതിരിച്ച് പറയല്ല, അപ്പം അതൊരു മേഖലയാണല്ലോ. ഇപ്പം ഈ സാധനത്തിന് ഒരു തായമ്പക പാരമ്പര്യം, അതായത് മന്നാടിയാശാൻ, വാസുവാശാൻ, മറ്റേ മട്ടന്നൂരാശാനെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. മറ്റേ സാധാരണ ദിവാരാശാൻ, രാമമംഗലത്തുള്ള ആളാണ്. രാമമംഗലത്തുള്ള അദ്ദേഹം ദിവാരാശാനെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ? വെച്ചാൽ ഞാൻ കൊട്ടിയിട്ടുണ്ടോ? ദിവാരാശാനായിട്ടുള്ള ഓർമ്മകൾ, ദിവാരാശാനെ കുറിച്ചുള്ള ഓർമ്മകൾ. സാധാരണ ദിവാരാശാൻ എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. അത് തെക്ക് ഭാഗത്ത് ഒരു ബലഭദ്രൻ കൃഷ്ണ കൊട്ടിയിരുന്നത്. കഥകളിക്കാൻ കൊട്ടിയിരുന്നു. ആശാന്റെ കൂടെ കൊട്ടിയിരുന്നു ദിവാരാശാന്റെ ഒപ്പം. അപ്പോൾ ഒരു ബലഭദ്രൻ കൃഷ്ണൻ, അത്ര മാത്രമേ ഓർമ്മയുള്ളൂ.